ഇന്നൊരു പുതിയ വിഭവമായിട്ടാണ് എത്തിയിട്ടുള്ളത്. പുതിയ വിഭവമല്ല, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റാണ് ബീഫ് വരട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഒരു മൺകല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മൺകലത്തിലാണ് നമ്മളിന്ന് ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ബീഫ് കിട്ടാൻ കുറച്ച് പണിയായിരുന്നു. ഇന്നിപ്പോ ഇവിടെ അടുത്തൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നമുക്ക് എന്തോ ഭാഗ്യത്തിന് ബീഫ് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാന്ന് പറയുന്നത്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാരണം എല്ലാവരും ബീഫും പൊറോട്ടയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും നെയ്ച്ചോറിന്റെ കൂടെയാണ് ഈ ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ദിസ് ഈസ് അജ്മൽ അലി പാലേരി. വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. ബീഫ് വരട്ടിയത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫ് ഇത് കഴുകി വൃത്തിയാക്കിയുള്ള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയോട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ വല്യുള്ളിയാണ്, സവാള, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചപ്പ്, കറിവേപ്പില, പിന്നെ നമുക്ക് മസാല അരയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക്, പിന്നെ വലിയ ജീരകം, ഉലുവ, പിന്നെ ചെറിയുള്ളി 2 എണ്ണം. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് അരച്ചെടുക്കാനുള്ളത്. മസാലപ്പൊടികൾ ഇത് അവിടെ ഞാൻ വേറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ 1 സ്പൂണ് മുളക് പൊടി വേണം, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ അത്യാവശ്യം കൂടുതലായിട്ട് നമുക്ക് മല്ലിപ്പൊടി വേണം കേട്ടോ. അപ്പൊ ഇത്രയും പൊടികളാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. ഈ മൺകലത്തിലാണ് ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും ഞാനൊന്ന് തീയൊന്ന് കത്തിക്കട്ടെ കേട്ടോ ഗ്യാസിൽ. എന്നിട്ട് ഇതിന് മുകളിലൊന്ന് വെച്ചു കൊടുത്തു. ആദ്യം ചട്ടിയിലോട്ട് ഒരു ചെറിയൊരു സ്പൂണിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ കഴുകി വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, 1/2 സ്പൂണ്. ഇനി ഞാൻ 1 സ്പൂണ് മുളക് പൊടി അതിക്കിട്ട് കൊടുക്കുകയാണ്. വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. ഇനി കുറച്ചധികം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ 2 സ്പൂണൊക്കെ ഇടുന്നുണ്ട്. ഞാൻ നേരത്തെ അരച്ചു വെച്ച മസാല ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ തക്കാളിയാണ് അടുത്തിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇറച്ചി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ നേരത്തെ ചേർത്ത എല്ലാ മസാലയൊക്കെ ഒന്ന് എല്ലാം എത്തട്ടെ. ഇതിന്റെ മുകളിലൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിന്റെ മുകളിലൂടെ ഞാനൊന്ന് ഉപ്പും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ബീഫ്. ചെറുതായിട്ട് സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കിട്ടോ, ശരിക്കും ഇത് വേവുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് ചെറിയ തീയിലൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കിടന്ന് നന്നായിട്ട് വെന്തോളും. ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട്. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറിനടുത്ത 20 മിനിറ്റ് കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ബീഫ് ആവുന്ന സമയത്ത് ഇത് കുറച്ച് ടൈം എടുത്തിട്ടാ വേവുള്ളൂ. അപ്പൊ നമ്മൾ തീ കുറച്ചിട്ടിട്ടുള്ള. അപ്പൊ നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം അല്ലേ. അപ്പോ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തോട്ടെ. അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ബീഫിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പാണ് കുറച്ചുകൂടി മതി. അപ്പോൾ എന്തായാലും ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച്
ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. ചൂടാക്കിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളി ഇതിലോട്ടെ കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചട്ടിയിൽ മാറ്റട്ടോ. ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു വെളിച്ചെണ്ണയിൽ ഒന്നിച്ചെടുത്ത ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ ഫുഡ് സെറ്റായിട്ടുണ്ട്. നമ്മളെ ബീഫ് എനിക്കെന്താ വെച്ചാലേ നല്ല ചൂടുണ്ട്, കഷ്ണം കഴിക്കാൻ വയ്യ. ഇതിന്റെ ഗ്രേവി തന്നെ ഭയങ്കര ടേസ്റ്റാ. സംഭവം നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ ശരിക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നല്ലൊരു ഫുഡ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം ഈ ലോക്ക്ഡൌൺ കാലത്ത്. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.